ഹലോ, അലി ക്രാഫ്റ്റ് ആൻഡ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലോറൽ ഐക്കോൺ എന്ന സ്റ്റിക്കറാണ്. നമ്മൾ ജേർണലിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ കോമ്പസ് കൊണ്ട് ചെറിയ സർക്കിൾ വരച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സ്കെച്ച് മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്കെച്ച് മാർക്കർ ഇല്ലെങ്കിൽ വാട്ടർ കളർ ആയാലും യൂസ് ചെയ്താൽ മതി. നമ്മൾ വരച്ച് സർക്കിളിന് മൊത്തം കളറ് ചെയ്യുക. പിന്നെ പേസ്റ്റൽ കളറാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത്. ഇഷ്ടപ്പെട്ട കളറൊക്കെ യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള കളറായി വെച്ചാലും ചെയ്താലും മതി. പിന്നെ ഞാനിവിടെ ബ്ലാക്ക് പേനയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ചെറിയ ഇലകളൊക്കെയാണ് വരച്ച് കൊടുക്കുന്നത്. പിന്നെ 2-3 പൂക്കളും വരയ്ക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ ഇലകളാണ് വരയ്ക്കുന്നത്. പല മോഡലുള്ള ഇലകളാണ് ഞാൻ വരച്ച് കൊടുക്കുന്നത്. എനിക്കിഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്യാം. ഞാനത് കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരയ്ക്കുന്ന കുറച്ച് ഇലകളാണ്. വരച്ച് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണിത്. ഇതേപോലെ തന്നെ ഞാൻ വേറെ പേപ്പറിൽ കൂടി ചെയ്തായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഒരുപാട് ലെങ്തിയാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കുന്നത്. ഇനി അതെല്ലാം സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്ത ശേഷം ഉള്ള ഇതാണിത്. പിന്നെ ബട്ടർ പേപ്പർ എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടെങ്കിലും അതായാലും മതി. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പറേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ ബട്ടർ പേപ്പർ യൂസ് ചെയ്തു. ടേപ്പാണ് എടുത്തിരിക്കുന്നത്. ടേപ്പ് ആദ്യം തന്നെ ബട്ടർ പേപ്പറിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. ടേപ്പ് എടുത്ത് തിരിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത പിക്ചേഴ്സ് എല്ലാം ഒട്ടിച്ച് കൊടുക്കാം. തിരിച്ച് വേണം ഒട്ടിച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ നേരത്തെ ഒട്ടിച്ച് ടേപ്പിനെ മണ്ടയ്ക്കോട്ട് ഈ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. അതേപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അതേപോലെ എല്ലാം ചെയ്തെടുത്ത ശേഷം ഇതിന് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഒട്ടിച്ച ആ പിക്ചറിന് ഇച്ചിരി ഗ്യാപ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ വേറെ ബുക്കിലേക്ക് ഇട്ട് ഒട്ടിക്കുമ്പോൾ അത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി ടേപ്പിൻ്റെ ഭാഗം ഗ്യാപ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കേണ്ടത്. ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണിത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബുക്കിൽ ഒട്ടിച്ച് കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. മാക്സിമം ആളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.